ഹായ് ഹലോ, ഇന്ന് നമ്മൾ SSLCക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഫിസിക്സ് പാഠഭാഗത്തിലെ യൂണിറ്റ് 5-ാമത്തെ പാഠത്തിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ മാധ്യമത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ സൂചിപ്പിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ആൻസർ ബി ആണ്. അടുത്ത ചോദ്യം, ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നു, കാരണം വിശദീകരിക്കുക. എന്താണ്? നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വ്യത്യസ്ത സാന്ദ്രതയുള്ള അന്തരീക്ഷ പാളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന് തുടർച്ചയായി അപവർത്തനം സംഭവിക്കുന്നത് മൂലമാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. ഒരു പ്രകാശകിരണം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് ചെരിഞ്ഞു പതിക്കുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ? ഇതിലെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. പതനകോൺ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ ബി, വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പതനകോണിനേക്കാൾ അപവർത്തന കോൺ കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന ഗ്ലാസ് സ്ലാബിൻ്റെ അപവർത്തനാങ്കം കണക്കാക്കുന്നത് എങ്ങനെയെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഉത്തരം എന്താണ്? ഒന്നാമത്തെ ഉത്തരം 60 ഡിഗ്രിയാണ്. 90 - 30 അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? അപവർത്തനം മൂലം പ്രകാശരശ്മി ലംബത്തോട് അടുക്കുന്നതിനാലാണ് അപവർത്തന കോൺ കുറഞ്ഞത് അല്ലേ? ഇനി മൂന്നാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് കാരണമായ ശാസ്ത്രീയ വിശദീകരണം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഞ്ഞുള്ള പ്രഭാതത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ പാത ദൃശ്യമായി. മൂടൽ മഞ്ഞിൻ്റെ സൂക്ഷ്മ ജലകണികകളിൽ പതിക്കുന്ന പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന ടിൻഡൽ പ്രഭാവം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വേഗത്തിൽ കറക്കിയപ്പോൾ ന്യൂട്ടന്റെ വർണ്ണപമ്പരം വെള്ള നിറത്തിൽ ദൃശ്യമായി. വീക്ഷണ സ്ഥിരത മൂലം എല്ലാ നിറങ്ങളും കൂടിച്ചേർന്നതായിട്ട് തോന്നുന്നതിനാലാണ്. മൂന്നാമത്തത്, ഉദയാസ്തമയങ്ങളിൽ സൂര്യൻ്റെ നിറം ചുവപ്പായി കാണപ്പെടുന്നു. തരംഗദൈർഘ്യം കുറവുള്ള വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പിന് വിസരണത്തെ അതിജീവിച്ച് ഭൂമിയിലെത്തിക്കാൻ കഴിയുന്നതിനാലാണ്. അടുത്ത ചോദ്യം, ലെൻസുകളുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിട്ടുള്ള ആശയങ്ങൾ വിശദീകരിക്കാനാണ്. പ്രകാശിക കേന്ദ്രം അല്ലെ? ലെൻസിൻ്റെ മധ്യബിന്ദുവാണ്. വക്രതാ കേന്ദ്രം ലെൻസിൻ്റെ ഭാഗമായ ഗോളത്തിൻ്റെ കേന്ദ്രമാണ്. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് അല്ലെ? കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷരത്തിന് സമാന്തരമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം അതിൻ്റെ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. ഇനി കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസിൻ്റെ ദൂരം. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം അതിൻ്റെ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് തോന്നും അല്ലേ? ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രതിപതനം, പ്രകീർണനം, അപവർത്തനം, വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരതയാണ്. കാരണം? ഇത് കണ്ണിൻ്റെ ഒരു സവിശേഷതയാണ്. മറ്റുള്ളവയെല്ലാം പ്രകാശ പ്രതിഭാസങ്ങളാണ്. ഒപ്റ്റിക്കൽ ഫൈബർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം, പ്രകീർണനം, വിസരണം. പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഇവിടെ ചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പതനകോൺ എഴുതുക. പതനകോൺ എത്രയാണ്? 50 ഡിഗ്രിയാണ്. പിന്നെ പതനകോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം എന്താണ്? അവ രണ്ടും തുല്യമായിരിക്കും. ഒരു കോൺവെക്സ് ലെൻസിൽ പുറപ്പെടുന്ന പ്രതിബിംബം ചെറുതും തല കീഴായതുമെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? 2Fൽ 2Fന് അപ്പുറം, Fനും 2Fനും ഇടയിൽ Fൽ. ഉത്തരം ഏതാണ്? 2Fന് അപ്പുറമാണ്. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന ചിത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിൽ മാധ്യമം എ, മാധ്യമം ബി എന്നിവയിൽ പ്രകാശവേഗം കൂടിയ മാധ്യമം ഏത്? ഉത്തരം സാധൂകരിക്കുക. ഇതിൽ അപവർത്തന രശ്മി ലംബത്തോടടുത്തിരിക്കുന്നതിനാലാണ് എ ആണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം. അതിനാൽ മാധ്യമം എയിലായിരിക്കും പ്രകാശവേഗം കൂടുതൽ. ഒരു ലെൻസിൻ്റെ മധ്യബിന്ദു ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രകാശിക കേന്ദ്രം, മുഖ്യ ഫോക്കസ്, വക്രതാ കേന്ദ്രം, മുഖ്യ അക്ഷം. പ്രകാശിക കേന്ദ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശരശ്മികളെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറയുന്നുണ്ട് അല്ലേ. ABC കണ്ടില്ലേ, ഇവിടെ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ ചോദിക്കുന്നുണ്ട്. പൂർണ്ണാന്തര പ്രതിഫലത്തെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പൂർണ്ണാന്തര പ്രതിപതനം എന്താണെന്ന് വിശദമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്ന 2 സന്ദർഭങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ആൻസർ നമുക്ക് നോക്കാം. ഒന്നാമത് 42 ഡിഗ്രിയാണ്. ബി രണ്ടാമത്തെ ചിത്രം സി ആണ്. സി പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മറ്റൊരു മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശം പതിക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാതെ അത് ആദ്യ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം അല്ലേ. ഇനി ഡീൻ്റെ ആൻസർ എന്താ? എൻഡോസ്കോപ്പിയും ഒപ്റ്റിക്കൽ ഫൈബറും ഒക്കെയാണ് അതിൻ്റെ ഉദാഹരണം. അടുത്തത് ചിത്രം നിരീക്ഷിക്കുക. ഒരു പ്രകാശരശ്മി മാധ്യമം 1 നിന്നും മാധ്യമം 2 കടക്കുകയാണ് അല്ലെ. ഇവയിൽ ഏത് മാധ്യമത്തിനാണ് കൂടുതൽ പ്രകാശിക സാന്ദ്രതയുള്ളത്? ആപേക്ഷിക അപവർത്തനാങ്കം, കേവല അപവർത്തനാങ്കം എന്നീ പദങ്ങൾ എന്തെന്ന് വിശദമാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്ത് റൈറ്റ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കി വേണം ആൻസർ പഠിച്ചെടുക്കാൻ. ഇതൊക്കെ എക്സാമിന് വരും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ആൻസേഴ്സൊക്കെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.